നമസ്കാരം. ജയം ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വി ഡി സതീശൻ പുതിയ മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി കുറിച്ച് കഴിഞ്ഞു. തിങ്കളാഴ്ച പുതിയ മന്ത്രിസഭയിൽ ആരൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല നമുക്കറിയാം, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശ്രമിക്കുകയും അതിനുവേണ്ടി സ്വപ്നം കാണുകയും ചെയ്ത വ്യക്തിയാണ്. മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കപ്പെട്ടപ്പോൾ വളരെയേറെ ദുഃഖിതനായി വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി ഗുരുവായൂർക്ക് പോയി ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ തൻ്റെ സങ്കടങ്ങൾ ഇറക്കി വെച്ചിട്ട് തിരികെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. വാസ്തവത്തിൽ സീനിയറായ ഒരു നേതാവ് എന്നുള്ള നിലയിൽ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലും രമേശ് ചെന്നിത്തലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന് കൂടി സ്വീകാര്യമായ നല്ലൊരു പദവി നൽകേണ്ടി വരും. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും നേതാക്കളുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കരുത്, അത് ഏതെങ്കിലും സമുദായത്തിൻ്റെ പേരിലായിരിക്കരുത്. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഇതുപര്യന്തമുള്ള സംഭാവനകളുടെയും അദ്ദേഹം വഹിച്ച പദവികളുടെയും എല്ലാ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാവുന്നതാണ് നല്ലത്. വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞതാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭരണപരമായ കഴിവുകളൊന്നും തെളിയിക്കാനുള്ള കാര്യമില്ല. പക്ഷേ വി ഡി സതീശൻ്റെ ഒരേ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, അദ്ദേഹം ഇത്രയും കാലം ഒരു പ്രതിപക്ഷത്ത് നിന്ന ഒരു വ്യക്തിയാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ മാത്രമല്ല, അല്ലാതെയും എപ്പോഴും അദ്ദേഹം ഒരു ഭരണത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാത്തത് കൊണ്ട് എപ്പോഴും ഒരു വിമർശനാത്മകമായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്തയും കാഴ്ചപ്പാടും. അതിൽ നിന്ന് അദ്ദേഹം മാറി ഒരു പരകായ പ്രവേശനം പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് മാറാൻ കഴിയണം. അപ്പോൾ അദ്ദേഹം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ കുറേ കൂടി വിട്ടുവീഴ്ചകൾ തയ്യാറാകേണ്ടി വരും, കുറേ കൂടി സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ അദ്ദേഹത്തിന് കഴിയും. അതിന് കഴിവുള്ള വ്യക്തിയാണ്, അത്രത്തോളം തന്ത്രജ്ഞതയുള്ളൊരു വ്യക്തിയാണ് എന്നതുകൊണ്ട് എനിക്കതേക്കുറിച്ച് സംശയമൊന്നുമില്ല. അതുകൊണ്ട് മന്ത്രിസഭാരൂപവൽക്കരണം, പക്ഷേ മന്ത്രിസഭാരൂപവൽക്കരണത്തിൽ പ്രധാന സംഗതി, ഈ മന്ത്രിസഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രി പദവി എന്ന് പറയുന്നത് അത് ധനകാര്യമന്ത്രിയുടെ സ്ഥാനമാണ്. കാരണം ഫൈനാൻസ് മാനേജ്മെൻറ്റാണ് ഇനി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും നിർണായകം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി പോലെയുള്ള വലിയ ബാധ്യതകൾ പ്രകടന പത്രികയിൽ, അത് സർക്കാർ തന്നെ, ഈ UDF തന്നെ ഉണ്ടാക്കിയ UDF തന്നെ നൽകിയ ഒരു വാഗ്ദാനമാണ്, അല്ലാതെ മറ്റാരുടെയും ഒരു സമ്മർദ്ദപരമായിട്ടുണ്ടായതല്ല. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയ ഗവൺമെൻറ്റിന് അത് നടപ്പാക്കുന്നതിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ അത് നടപ്പാക്കാനായിട്ട് പ്രഖ്യാപനം നടത്തിയിട്ട് അത് മുടങ്ങാനും പാടില്ല. അപ്പോൾ വളരെ സൂക്ഷിച്ച് ചൂടുകൾ വെക്കേണ്ട ഒരു കാര്യമാണത്. 5 വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, 1000 രൂപ വീതം കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ധനസഹായം, 5 ലക്ഷം രൂപ വരെ ഈ സംരംഭകർക്ക് പലിശയില്ലാതെ വായ്പ, 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ. ഇതിനെല്ലാം പുറമെ വലിയൊരു ബാധ്യതയായി നിൽക്കുന്നു 3000 രൂപയുടെ സാമൂഹ്യ പെൻഷൻ. ഇതെല്ലാം കൂടി ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ അധിക സാമ്പത്തിക ബാധ്യത എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയും വിചിന്തനവും തീർച്ചയായിട്ടും സതീശനതുണ്ടാവും. പക്ഷേ സതീശൻ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് സഹായിക്കാൻ കഴിയുന്ന ഒരു വീക്ഷണമുള്ള, കാഴ്ചപ്പാടുള്ള, സാമ്പത്തിക ജ്ഞാനമുള്ള ഒരു ധനമന്ത്രിയും കൂടി ഉണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അതെല്ലാം അതിൻ്റേതായ രീതിയിൽ ചർച്ച ഉണ്ടാവും എന്ന് നമുക്ക് ആശിക്കാം. രമേശിനെ സംബന്ധിച്ചും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ നിരാശകളും ഉണ്ടെങ്കിൽ അദ്ദേഹം മാറി നിൽക്കുന്നതിന് പകരം മന്ത്രിസഭയിൽ ചേരുന്നത് തന്നെയാണ് അദ്ദേഹത്തിന് നൽകുന്നത്. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതുവരെ ഒരു മന്ത്രിസ്ഥാനം പോലും വഹിക്കാതെ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വരികയാണ്. അദ്ദേഹം അർഹതപ്പെട്ടത് പലതും കിട്ടാതെ പോയൊരു വ്യക്തിയാണ്. KSU പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടു, അദ്ദേഹത്തിനാകാൻ കഴിഞ്ഞില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം ശ്രമിച്ചു, ആകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം MLA ആയി സീനിയറായിരുന്നിട്ടും അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ച ലിസ്റ്റിൽ വരെ ഉണ്ടായിരുന്നു, പിന്നെ അത് എങ്ങനെയോ വെട്ടിപ്പോയി. അങ്ങനെ ഒരു ഭരണ രംഗത്തും ഇല്ലെങ്കിലും ഭരണപരിചയം, അതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് ഇല്ലെങ്കിൽ പോലും ആർജിച്ചെടുത്ത ഒരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നന്നായി പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില സമീപനങ്ങളിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. ഉദാഹരണത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങൾ, നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വ്യക്തികളോട് ഉള്ള സമീപനത്തിൽ കുറേ കൂടി വിട്ടുവീഴ്ച വരികയും എല്ലാവരോടും കുറച്ചുകൂടി സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനം വരികയും ചെയ്യുക. അതായത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം
വളരെ ശ്രദ്ധാപൂർവം നടത്തേണ്ട ഒരു കാര്യമാണ്. അത് അദ്ദേഹം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയിലും അദ്ദേഹത്തിൻ്റെ ഭരണം കൂടുതൽ സുഗമമാക്കാൻ അത് ആവശ്യമാണ്.